ഈ മണ്ണിനടിയിൽ ഒരു മനുഷ്യനുണ്ട്. ആദ്യം ആശങ്കയോടെയാണ് ഹിറ്റാച്ചി ഓപ്പറേറ്റർ അരമണിക്കൂർ പ്രയത്നത്തിനു ശേഷം മണ്ണിനടിയിലായ ആലത്തൂർ സ്വദേശി സൈമന്റെ കൈകൾ കണ്ടെത്തുന്നത്. തുടർന്ന് അരയ്ക്കോളം മണ്ണ് മാറ്റിയെങ്കിലും സൈലന്റെ കാലുകൾ മണ്ണിനടിയിൽ കുടുങ്ങിയത് വീണ്ടും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. 1.5 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നം. നിർമ്മാണത്തിലിരിക്കുന്ന ആനാവൂരിലെ മസാല കമ്പനിയുടെ ചുറ്റുമതിൽ നിർമ്മാണത്തിനിടെയാണ് അപകടത്തിൽ തകരുന്നത്. മേസ്തിരിപ്പണിയിലേർപ്പെട്ടിരുന്ന സൈമന്റെ പുറത്തേക്ക് 20 അടിയോളം ഉയരത്തിലുള്ള മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സൈലനൊപ്പം 3 പേർ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഭക്ഷണം കഴിക്കാനായി മാറിയപ്പോഴാണ് മണ്ണിടിയുന്നത്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഹിറ്റാച്ചി ഓപ്പറേറ്റർ ആരിത്ത് സൈലൻ ഉള്ള സ്ഥലം മനസ്സിലാക്കി മണ്ണു നീക്കിയതിനാലാണ് അരമണിക്കൂറിനുള്ളിൽ സൈലനെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയത്. वो आदमी भी नीचे था, बोल रहा था कि अब भी जल्दी करके ऊपर आता हूँ. जस्ट 1 सेकंड में ये पूरा पोर्शन नीचे आ गया. उसको उधर से भागने का भी मौका नहीं मिला, ऐसा सिचुएशन था. मैं तो जैसे तैसे देख के मैं जस्ट उसको देखा लास्ट वो किधर था, उधर देख के जैसे तैसे टेंशन से पूरा मट्टी निकाला. अभी मेरे को मालूम है कि कैसे मैं निकाला वो मट्टी. कितना मट्टी? वो मिनिमम 7 फीट नीचे था. മണ്ണിനടിയിൽ 2 കാലുകളും കുടുങ്ങിപ്പോയതിനാലാണ് പുറത്തെടുക്കുന്നതിന് സമയമെടുത്തത്. ഒരു കാൽ പുറത്തെടുത്ത ശേഷം വീണ്ടും മണ്ണ് മാറ്റിയാണ് അടുത്ത കാൽ പുറത്തെടുത്തത്. നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള റെസ്ക്യൂ അടുത്ത കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ദുരന്തം കഴിഞ്ഞ് നമ്മുടെ ഈ നെയ്യാറ്റിൻകര ഒരു ദേശപരിധിയിൽ ഈ അടുത്ത കാലത്ത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ. അപ്പം ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെയാണ് മണ്ണിടിച്ച് ശരിക്കും പുള്ളിയുടെ ഒരു അരമണിക്കൂറോളം പുള്ളി മണ്ണിനടിയിലായിരുന്നു എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. അതിനുശേഷം അവർ പുള്ളിയുടെ മണ്ണ് മാറ്റി പുള്ളിയുടെ കൈ കണ്ടതും വീണ്ടും മണ്ണ് മാറ്റി. അപ്പം ഞങ്ങൾ വരുമ്പോൾ ശരിക്കും പുള്ളിയുടെ അരയ്ക്ക് മുകളിൽ ഏകദേശം വയറിൻ്റെ ഭാഗം വരെ മണ്ണാൽ മൂടപ്പെട്ടിരുന്നു. മരമട്ടം പോലീസും നെയ്യാറ്റിൻകര ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി. ടൈം വി ന്യൂസ്, തിരുവനന്തപുരം.